കേരളം കണ്ട ഏറ്റവും ബീഭത്സമായ കേസ് സംവിധാനം ചെയ്തയാൾ രക്ഷപ്പെടരുതെന്ന് CMP ജനറൽ സെക്രട്ടറി CP ജോൺ. ബലാത്സംഗം ചെയ്യാൻ വിട്ടയാൾ ശിക്ഷിക്കപ്പെടണം. ദിലീപ് പറഞ്ഞുവിട്ടവരെ മാത്രമാണ് ശിക്ഷിച്ചത്. കണ്ണൂർ പ്രസ് ക്ലബ്ബിൽ തദ്ദേശം 2025 പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദിലീപ് ആ വിഷയത്തിൽ ഉൾപ്പെടുകയും ആ വിഷയത്തിൽ വളരെ ക്രൂരമായ തരത്തിൽ പെരുമാറുകയും ചെയ്തിട്ടുണ്ട് എന്ന് PT തോമസ് ജീവിച്ചിരിക്കുന്ന സമയത്ത് തന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ സംശയാതീതമായി അത് തെളിയിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് ജഡ്ജ് പറഞ്ഞത്. അത് ജഡ്ജ്മെന്റിന്റെ വിഷയമാണ്. ജഡ്ജിയെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ ജഡ്ജ്മെന്റിനെ വിമർശിക്കാൻ അധികാരം നമുക്കുണ്ട്. വളരെ തെറ്റായ സന്ദേശമാണ് ഈ വിധിയിലൂടെ വന്നിട്ടുള്ളത്. ദിലീപ് പറഞ്ഞു വിട്ടവരെയൊക്കെ ശിക്ഷിച്ചു, ദിലീപിനെ വെറുതെ വിട്ടു. അതാണ് ഇപ്പോൾ ഈ വിധിയിലെ ഉള്ളടക്കം. അതാണ് അത് ഈ ഗവൺമെന്റിന്റെ പരാജയമാണ്. പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു. ഈ സന്ദർഭത്തിൽ എനിക്ക് മുഖ്യമന്ത്രിയോട് പറയാനുള്ളത് അടിയന്തരമായി ഇന്ന് തന്നെ റീ എൻക്വയറി ചെയ്ത് അപ്പീൽ പോകണം. കേസ് പുനരന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് CP ജോൺ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണുള്ളതെന്ന് P ശശിക്കറിയാം. മുഖ്യമന്ത്രി അറിയാതെ രാഹുലിന് ഒളിക്കാനാവില്ല. കേരളത്തിൽ UDF തരംഗം നിലനിൽക്കുന്നുണ്ട്, അത് വളർന്നു വരുന്നുണ്ടെന്നും CP ജോൺ പറഞ്ഞു. P ശശിക്ക് അറിയാതിരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണ്. അതായത് ഒരു ശത്രുവിന്റെ അകത്തുനിന്നൊരു പ്രശ്നം കിട്ടിയാൽ ആ കഷ്ണം വെച്ച് എന്താ ചെയ്യേണ്ടത് നല്ല വേറുള്ള ആളാ ശശി. അതുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തില് പിണറായി വിജയന്റെ ഓഫീസ് അറിയാതെ എവിടെ വിളിച്ചിരിക്കില്ല എന്ന് എനിക്ക് അവരെ അറിയുന്നതുകൊണ്ട് എനിക്കറിയാം. CPM പ്രാദേശിക നേതാക്കളടക്കം നിരാശയിലാണ്. ഇതാണ് കൊഴിഞ്ഞാമ്പാറയിലടക്കം കണ്ടത്. പഞ്ചായത്തുകൾക്ക് വേണ്ട ഫണ്ട് കിട്ടിയില്ല. ഇത് ജനങ്ങളോട് പറയാൻ പ്രാദേശിക നേതാക്കൾ നിർബന്ധിതരായി എന്നും CP ജോൺ പറഞ്ഞു. പ്രസ് ക്ലബ് പ്രസിഡന്റ് C സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കബീർ കണ്ണാടിപ്പറമ്പ്, ട്രഷറർ K സതീശൻ എന്നിവർ സംസാരിച്ചു.